കട്ടപ്പന നഗരസഭയിലെ ആരോഗ്യ വിഭാഗം വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ വസ്തുക്കൾ പിടിച്ചെടുത്തു. ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം. കട്ടപ്പന നഗരസഭ ആരോഗ്യ വിഭാഗം നഗരത്തിൽ നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണം പിടികൂടി. 8 ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിൽ വെള്ളയാങ്കുടി റോഡിൽ പ്രവർത്തിക്കുന്ന തവി ഹോട്ടലിൽ നിന്നും ചോറ്, മീൻകറി, ചെറുകടികൾ തുടങ്ങിയവ പിടിച്ചെടുത്തു. ആരോഗ്യ വിഭാഗം നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിലെ ഹോട്ടലുകളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി പരിശോധനകൾ നടത്തുന്നുണ്ട്. കട്ടപ്പന വള്ളക്കടവ് ഭാഗത്തെ അപ്പൂസ് ഹോട്ടലിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം ഉണ്ടാക്കുന്നതിനെതിരെ ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ മുന്നറിയിപ്പ് വകവയ്ക്കാതെ പ്രവർത്തനം തുടർന്നതോടെ നടപടിയെടുത്തു. പഴകിയ ഭക്ഷണം പിടിച്ചെടുത്ത സംഭവത്തിൽ പിഴ ഈടാക്കുമെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു. കടകൾ പരിശോധിച്ചെന്ന് പറഞ്ഞാൽ 8ഓളം ഹോട്ടലുകൾ പരിശോധിച്ചിട്ടുണ്ട്. അതിന് കണ്ടതെന്ന് പറയുന്നത് ഒരു തവി ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. അവിടെയാണ് പഴയ ഭക്ഷണം അത് കളയാൻ വെച്ചിട്ടുണ്ടെന്ന് രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ പഴയ ഭക്ഷണമായതുകൊണ്ട് നമ്മളത് പിടിച്ചെടുത്തു. നടപടി എങ്ങനെയാണ്? നമുക്ക് അവർക്ക് പിഴ ചുമത്തി നോട്ടീസ് കൊടുക്കും. വള്ളക്കടവിൽ അത് ഒരു വൃത്തിയില്ലാത്ത അതിനും പിഴ ചുമത്തി നമ്മൾ നോട്ടീസ്. അവർക്ക് കേരള മുനിസിപ്പലായിട്ട് 335 പ്രകാരം പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കാതിരുന്നതിന് നമ്മൾ 5000 രൂപ പിഴ ചുമത്തി നോട്ടീസ് ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നാണ്. അത് നമ്മൾ സെക്രട്ടറി ഫയൽ കാണിച്ചു. സാറേ, മറ്റൊരു കാര്യമേ, ഇവിടെ ഈ കുന്തളമ്പാറ റോഡിലൊക്കെ ബംഗാളികൾ ഉൾപ്പെടെയുള്ളവരെ താൽക്കാലിക ഷെഡ് നിർമ്മിച്ച് അതിൽ യാതൊരു സുരക്ഷയും വൃത്തിയും ഇല്ലാതെ ഫുഡുണ്ടാക്കി കൊടുക്കുന്നൊരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ അത്തരം ഷോപ്പുകൾ പരിശോധിച്ചിരുന്നോ? ഇല്ല, ഇന്നത്തെ പരിശോധന നമ്മൾ അങ്ങനെ പോയിട്ടില്ല. നമ്മൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ സ്ക്വാഡിനെ വിട്ട് പരിശോധിപ്പിക്കും. നമ്മൾ തുടർന്ന് അവിടെ സ്വീകരിക്കുന്നതാണ്. കാര്യത്തിൽ നമ്മൾ കാരണം അങ്ങനൊരു കാര്യം നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് അവർക്ക് ലൈസൻസിന് വല്ലതും അവർ അപേക്ഷിച്ചിട്ടുണ്ടോ? അവിടെ ചെറിയ തട്ടിക്കൂട്ട് കടകൾ അങ്ങനെ ലൈസൻസ് വന്നിട്ടില്ല. ബംഗാളികളായിട്ട് അങ്ങനെ ലൈസൻസ് അപേക്ഷിച്ചാലും കാണുന്നുണ്ട്. ഓക്കെ. പിന്നെ സാറേ, ഇന്നിപ്പോൾ കൂടുതൽ ലൈസൻസ് ഇല്ലാത്ത കടകൾ നഗരത്തിൽ കണ്ടെത്തിയിരുന്നു. ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് നഗരത്തിൽ. അവർക്ക് നമ്മൾ നിയമാനുസൃതമായ നോട്ടീസ് നൽകി ലൈസൻസ് എടുപ്പിക്കും, അല്ലെങ്കിൽ സ്ഥാപനം നിർത്തിവെക്കുന്നത്. ലൈസൻസ് എടുത്തതോടുകൂടി മാത്രമേ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിരോധിത പ്ലാസ്റ്റിക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരോധിത പ്ലാസ്റ്റിക്കിന് വിൽപ്പന നടത്തി കഴിഞ്ഞാൽ മിനിമം ഫൈൻ 10,000 രൂപ. ശരിക്കും പറഞ്ഞാൽ സാധാരണ വ്യാപാരികൾക്ക് അഫോർഡബിൾ അല്ല. പക്ഷേ നമ്മൾ പലതവണ വാൺ ചെയ്തതിന് ശേഷവും നഗരത്തിൽ അത് വളരെ വ്യാപകമായിട്ട് ഇപ്പോഴും തുടരുകയാണ്. അത് ഒരു ഫൈൻ ചുമത്തുക എന്ന് പറഞ്ഞാൽ 10,000 രൂപ എന്ന് പറയുന്നത് സാധാരണ വ്യാപാരികൾക്ക് താങ്ങാനാവാത്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു ബോധവൽക്കരണം നടത്തിയതിന് ശേഷമാണ് ഇത്ര റെയ്ഡുകൾ നടക്കുന്നത്. പിന്നീട് വീണ്ടും അത് ആവർത്തിക്കുന്നവർക്കെതിരെ നമുക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. കർക്കശമായ നടപടികളായിട്ട് നമുക്ക് പോകും. ന്യൂസ് ഡെസ്ക് AM ന്യൂസ് നെറ്റ്വർക്ക്, കട്ടപ്പന. ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പകരം വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം.